ഹലോ ഗായ്സ്, നോട്ട് ടൈം വ്ലോഗ്സ് ചെയ്യേ. ആരംഭത്തിലേ മൂഞ്ചി പോയെ നിനക്ക് ആവശ്യത്തിലധികം സ്ക്രീൻ സ്പേസ് ഇല്ലേ? പോരാത്തതിന് ഫാൻസും. എന്നിട്ടും എന്റെ സീനിൽ കൈയിട്ട് വരാൻ വന്നേക്കുന്നു. എന്റെ പൊന്നോ, ഞാൻ കൈയിടുന്നില്ല, കാലുവിടുന്നില്ല. അപ്പൊ ഗായ്സ്, നമ്മള് കുറെ ആയല്ലേ കണ്ടിട്ട്. ഞാൻ ആരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ബട്ട് ഇപ്രാവശ്യം കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് ഉണ്ട്. അതാ ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാമെന്ന് കരുതിയത്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ സ്വന്തം ഉണ്ണിയാർച്ച. ലെവൽക്ക് ഒരു മാറ്റവുമില്ല. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ട് നിവർത്തിയാലും ഞാൻ നന്നാവില്ലട പട്ടികളെ എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആർച്ച അവളുടെ വള്ളികൾ നിറഞ്ഞ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ എന്റെ ചങ്കും ഉണ്ണിയാർച്ചയുടെ ഏട്ടനുമായ അപ്പു എന്ന അർപ്പിത്. പുള്ളി പ്രാവശ്യം പെയിന്റിംഗ് ഒന്നല്ല, എൻ നൻപൻ அப்படியே வேற ட்ராக். ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ റെക്കോർഡിംഗ് റൂമിലോട്ട് പോവാ. സൂപ്പർ ഹിറ്റ് ആക്കണം. ഞാൻ പാടിയ ഏതെങ്കിലും പാട്ട് ഇതുവരെ ഫ്ലോപ്പ് ആയിട്ടുണ്ടോ? അതില്ല. നിന്റെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നിട്ടെന്റെ കണ്ണ് കഴച്ചിട്ടുണ്ട്. ആരാ വാ. എന്റെ കണ്ണടിച്ചു പോയാലും ഞാൻ നോക്കിയിരിക്കും നിന്നെ. ഞാൻ എന്റെ അരിയവൻ പൊരിയവൻ ജോലിക്കുന്ന കരിയവൻ എരിയുന്ന വെയിലിലും ഒഴുകുന്ന പുഴ അവൻ. ആരവൻ നാട്ടിലെ സ്റ്റാർ അവൻ. കവലയിൽ ഫ്ലെക്സ് ഉണ്ടല്ലോ. ഇത്തവണ മനുവേട്ടൻ നാട്ടിൽ തന്നെ ഉണ്ട്. അനുചേച്ചിയെ കല്യാണം കഴിച്ച് അപ്പുവിന്റെ അച്ചുവിന്റെയും കൂടെ സർവൈവ് ചെയ്യുന്നു. അച്ഛാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അച്ഛാന്ന് വിളിക്കരുതെന്ന്. അത് പോട്ടെ നോക്കാം. ഈ മുഖത്ത് നോക്കി ഇവിടെ എന്നെ തള്ളേന്നാ വിളിക്കുന്നേ. ഇനി നമുക്ക് നമ്മുടെ പിള്ളേരെ കാണാം. വൺസ് എ പൊട്ടൻ ഈസ് ഓൾവേസ് എ പൊട്ടൻ. പക്ഷെ അതിൽ അഹങ്കാരമൊന്നും അവനില്ലാട്ടോ. സാറമ്മ റോഷനെ ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ കൂടെ തന്നെ ഉണ്ട്. ജാനു ഒറ്റക്കൊമ്പനെ പോലെ നടക്കുവാണ്. ഏതു നിമിഷവും കൂട്ടത്തിൽ കൂടെ. ഇനി അവളുടെ ഏട്ടൻ തെറ്റാരർ അനന്തു. പുള്ളി ആരാന്ന് നമുക്ക് വഴിയേ അറിയാം. And finally, last but not least, the amazing, one and only, super duper fantastic and elastic Rupesh PP. ഞാൻ തന്നെയാ. അയ്യേ, ഏത് സ്റ്റോറി എടുത്താലും ഇൻട്രോ ഈ പെണ്ണുമ്പിള്ളയുടെ ഇണക്കല് തന്നെ. എണീറ്റോ? ഇന്ന് എന്തൊക്കെ ഗുലുമാലാണോ ഉണ്ടാക്കാൻ പോണേ? സോറി, പരിപാടി ചർച്ച ചെയ്യാൻ പറ്റിയില്ല. ഹോ, എവിടെ നിന്റെ ആങ്ങള? ഇന്ന് പാട്ടൊന്നും കിട്ടിയില്ലേ പാടി വീർപ്പിക്കാൻ? അങ്ങനെ പറയരുത്. അനുചേച്ചിക്ക് ഒരു കാര്യം അറിയോ? കൈരളി ചാനലുകാരെ ഏട്ടന്റെ തലയ്ക്ക് ലക്ഷങ്ങളാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പേട്ടത്തലയ്ക്ക് ലക്ഷങ്ങളോ? മനുവേട്ടന് പാട്ട് പാടാൻ കഴിവില്ലാത്തോണ്ട് അനുചേച്ചിക്ക് അസൂയ അപ്പേട്ടനോട്. എന്റെ പൊന്നു ദൈവമേ, ഇമാതിരി കഴിവൊന്നും ആർക്കും കൊടുക്കരുതേ. പിടിച്ചില്ല ഉണ്ണിയാർച്ചയ്ക്ക്. രാവിലെ തന്നെ ഇറങ്ങിയോ? എവിടെ ആരോമൽ ചേകവർ? ആരോമലോ? ഉണ്ണിയാർച്ചയുടെ ആങ്ങള. വെരി ഫണി. അപ്പുവേ എവിടെയാ? പുറകു വശത്തെ. അപ്പു, എന്തിനാടാ രാവിലെ തന്നെ വെറുപ്പിക്കുന്നേ? അയ്യടാ, നീ പാട്ടുപാടി നാട്ടുകാരെ വെറുപ്പിക്കുന്ന അത്ര ഒന്നുമില്ല. എന്റെ പ്രൊഫഷനെ പറ്റി പറയരുത്. പ്രൊഫഷനാ? അപ്പൊ വരുന്ന കമന്റ് ഒന്നും നീ വായിക്കാറില്ലേ? ഇല്ല. വായിക്കണം. പിന്നെ മൂളിപ്പാട്ട് പാടാൻ പോലും നീ വാ തുറക്കത്തില്ല. അതുകൊണ്ടല്ലേ നോക്കാത്തെ. ഇന്നെന്താ പരിപാടി? അച്ഛനെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യണം. മനുവേട്ടന്റെ കൂടെ പർച്ചേസിന് പോകണം. പിന്നെ ഒന്ന് സ്റ്റുഡിയോ പോകണം. എന്നാ ഞാനും വരാം. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ലല്ലോ. ഇതാണ് എന്റെ ഗൾഫ്. അപ്പുവേട്ടനാണ് എന്റെ അറബി. അപ്പുവേട്ടനെ വിട്ട് ഞാൻ എവിടെയും പോവില്ല.
ചുരുക്കി പറഞ്ഞ പണിയെടുക്കാതെ എന്റെ ചെലവിൽ ഇങ്ങനെ തിന്ന് ജീവിക്കണം. അത്രേ ഉള്ളൂ. വല്ല പണിക്കും പോടാ. എനിക്ക് പോവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഇവൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയാൽ എപ്പോഴാ നാട്ടുകാർ ഇവരെ കൈവെക്കാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടൊരു പ്രൊട്ടക്ഷൻ നടക്കുന്നേ ഉള്ളൂ. ഓ അതുകൊണ്ടാ. Of course. അപ്പൊ ഏട്ടാ ഇറങ്ങാം. ഹാ, എങ്ങനെയുണ്ട്? എന്റെ ബോക്സർ. നിനക്ക് ലെഗിൻസ് ഇട്ടാ പോരെ അടിയില്? അത് നടക്കുമ്പോ ഇറങ്ങി ഇറങ്ങി വരും. ഊരടി. ഇല്ല, നിനക്ക് വല്ല ചുരിദാർ ഇട്ടാ പോരെ? പറ്റൂല. ഞാൻ സാറേ ഇന്നലെ തീരുമാനിച്ചു തന്നു ഉടുപ്പിടാൻ. എന്തൊരു കഷ്ടം നോക്കണേ. ഞാൻ വന്നിട്ട് ഊരി തരാം. ഊരി അലക്കി ഉണക്കി തേച്ച് തന്നേക്കണം. ഓ നിക്കറിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കാതെ ഇറങ്ങി, അവള് ലേറ്റ് ആവും. അയ്യോ, പോക്കറ്റ് മണി മേടിച്ചില്ല. ഇവള് ഡെയിലി മേടിക്കുന്ന പൈസ ഒക്കെ എന്താക്കുവാ? അച്ഛാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അച്ഛനില്ലാത്തോണ്ടല്ലേ? എനിക്കറിയാം, ഞാൻ വലുതായപ്പോ എല്ലാവർക്കും ഞാനൊരു ബാധ്യതയായിന്ന്. മനുവേട്ടനെ ഞാൻ എന്റെ വല്യച്ഛന്റെ മോനായില്ല, എന്റെ അച്ഛനായിട്ടാ കാണുന്നത്. വീക്ക്നെസ് കയറി പിടിച്ച് തണ്ടി. മനുവേട്ടനത് ഇഷ്ടല്ലെങ്കിൽ ഞാൻ ഇനി മനുവേട്ടന്റെ കണ്ണുമ്പ് പോലും വരില്ല. എത്ര രൂപയാ വേണ്ടേ? 500. അത് കുറച്ച് കൂടുതലല്ലേ? മന്തി കഴിക്കാനാ? കൊണ്ടുപോയി പോണെന്ന്. താങ്ക് യു. ഇന്ന് 500 പോയി. അത് അവളുടെ മിടുക്ക്. അവൾ അങ്ങനൊക്കെ പറയുമ്പോ എങ്ങനാ? എന്റെ പൊട്ട, ഇത് തന്നെയല്ലേ അവള് വർഷങ്ങളായിട്ട് പറയുന്നേ. അത് അവളുടെ കരച്ചിൽ കാണുമ്പോ ഞാൻ മറക്കും. ഞങ്ങായി വിട്ട ഇന്ന് ഉപ്മാവാ. എടി കഴിച്ചിട്ട് പോ. ഞാൻ വാങ്ങിക്കൊടുത്തോളാ. ആ പെണ്ണിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? താളത്തിന് തുള്ളാൻ 2 ഏട്ടന്മാരുണ്ടല്ലോ. വരുന്നുണ്ട്. ലേറ്റ് ആയി പോയി, സ്വാഭാവികം. പോക്കറ്റ് മണി കിട്ടിയോടി? പിന്നെ അല്ല, ഉച്ചക്ക് നമ്മൾ മന്തി കഴിക്കും. ഓ ഇവളായിരുന്നു. ഏതോ വലിയ കുടുംബത്തിലെയാ. സകല എണ്ണം അവളുടെ പഠിക്കാം. പക്ഷെ അവളാണെങ്കിൽ ഒരൊറ്റ എണ്ണത്തിനോട് പോലും മിണ്ടുന്നില്ല. അതിന് നമുക്കെന്താ, വാ പോവാ. ഉച്ചക്ക് മന്തി തിന്നാനുള്ളതാ. ഇവളെന്താ നമ്മളെ ബെഞ്ചിലിരിക്കുന്നേ? അപ്പുറത്ത് ദിവ്യ ലീവ് കഴിഞ്ഞു വന്നു, അതായിരിക്കും. അത് സാരല്ല, നമ്മള് 3 പേരല്ലേ ഉള്ളൂ. ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ? ഇവൾക്ക് ഇത് എന്തിന്റെ കേടാ? ഹലോ, എന്താ ഇവിടെ? ചെവി കിട്ടൂടെ? മറുപടി പറയടി. നിന്നോടാ ഞാൻ ചോദിക്കുന്നേ. നീ എന്താ ഇവിടെ? ഇത് ഞങ്ങളുടെ ബെഞ്ചാ. ഇത് കോളേജിന്റെ ബെഞ്ചല്ലേ? അത് ഞങ്ങളിവിടെ ആദ്യം ഇരുന്നേ. ഇരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. 4 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. എടി ബെല്ലടിച്ചു, അവിടെ ഇരിക്കു തൽക്കാലം. ഞാൻ ഇരിക്കൂല അവളുടെ കൂടെ. എന്നാ ഞാൻ ഇരിക്കാം. അയ്യടാ, എന്നാ നീ ഇരിക്കി. എനിക്ക് നടക്കിരിക്കാൻ ഇഷ്ടല്ല. ഒന്ന് കേറി ഇരിക്കച്ചു, ഇപ്പൊ സാറ് വരും. ഹൈഷ്. മോർണിംഗ്. ഇപ്പൊ നമുക്ക് ഇന്നലത്തെ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കാനുള്ളവർക്ക് എടുക്കാം. ആരെടുക്കുന്നേ? സാർ ജനനി എടുത്തിട്ടില്ല. ആ, എന്നാ ജനനി എടുക്കട്ടെ. ജനനി ഒന്ന് ആക്റ്റീവ് ആവാനുണ്ട്. ജനനി ക്ലാസ് എടുക്കുന്നുണ്ട്, ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമുണ്ട്. എന്താ അർച്ച? ഇന്നത്തെ ക്ലാസ് ഞാൻ എടുത്തോളാം. അപ്പൊ ജനനി? ഞാൻ നാളെ എടുത്തോളാം സാർ. ഓക്കെ, എന്നാ ആർച്ച എടുത്തോട്ടെ ഇന്നത്തെ ക്ലാസ്. നീ ഇത് എന്ത് ഭാവിച്ച? നീ വല്ലതും പഠിച്ചിട്ടുണ്ടോ? അത് ഞാൻ നോക്കി വായിച്ചോളാം. പക്ഷെ ഇന്ന് അവളുടെ മുമ്പിൽ എനിക്ക് ഷൈൻ ചെയ്യണം. എന്തിന്? ദിസ് ഇസ് മൈ എന്റർടൈൻമെന്റ്. മിക്കവാറും നമുക്കൊരു എന്റർടൈൻമെന്റ് ആവും. വലിയ കാറിൽ ഡെയിലി വന്നിട്ട് കാര്യമൊന്നുമില്ല.
ഇന്ന് എന്റെ ക്ലാസ് കണ്ട് ഞെട്ടാൻ തയ്യാറായിക്കോ. ഇവൾക്ക് തലയ്ക്കെന്തേലും കുഴപ്പമുണ്ടോ? വാ 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 വാ, വാ. പെരുപരി മതിയേ. ഞങ്ങള് ഫുഡ് കഴിക്കാൻ പുറത്തു പോവാ, വരുന്നോ? ഇല്ല, ഞാൻ കാറ്ററിംഗ് കഴിച്ചോളാം. ഓക്കെ ബൈ. ജനനിക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ജാടയൊന്നുമില്ല കേട്ടോ. നമ്മള് മിണ്ടി അവള് മിണ്ടും. അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് മിണ്ടിയിട്ട് അവൾ ഇങ്ങോട്ട് മിണ്ടണ്ട. ചുമ്മാ എന്തിനാ നമ്മള് വെയിറ്റിട്ട് നിൽക്കുന്നേ? ഞാൻ വെയിറ്റ് ഇടും. ഫസ്റ്റ് ഡേ അവളോട് ഞാൻ അങ്ങോട്ട് ചെന്ന് മിണ്ടിയതാ. അപ്പൊ അവള് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് പിന്നെ ഫോൺ ചെയ്തു പോയി. അത് കോള് വന്നിട്ടായിരിക്കും. എന്നാലും എനിക്കത് ഇൻസൾട്ടായി. അത് മോശമായി പോയി. റൈസ് തരുന്നതിന് മുമ്പ് മയണൈസ് നീ ഒറ്റയ്ക്ക് തീർത്തതും മോശമായി പോയി. അയ്യോ ചേട്ടാ, ഇവിടെ കുറച്ച് മയണൈസ്. ഈ ആർച്ച ലുക്ക് അറ്റ് മീ. യെസ്, ഐ സീ യു. ഈ ആർച്ച ഇന്ന് അവളുടെ മുമ്പിൽ ഷൈൻ ചെയ്യും. ആടിസാക്കേ, വല്ലതും നടന്നാ മതി. എവിടെ ക്ലാസ് എടുക്കാനുള്ള ആള്? എടി എണീക്ക്. അപ്പോഴേ പറഞ്ഞത് വാരി വലിച്ച് തിന്നണ്ടാന്ന്. ക്ലാസ് എടുക്കാന്ന് പറഞ്ഞ് കിടന്നുറങ്ങുവാണോ? സർ, അവൾക്ക് തലവേദനയാ. ബെസ്റ്റ്. ഞാൻ പിന്നെന്തിനാ വന്നേ? സർ, ഞാൻ എടുക്കാം. ആ, എന്നാ മോള് വാ. ആർച്ചയോട് തലവേദനയൊക്കെ മാറിയിട്ട് പിന്നെ ഒരു ദിവസം എടുക്കാന്ന് പറയാം. ആ കണ്ടില്ലേ, ഉണ്ണിയാർച്ച വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നേ. ഉറങ്ങുവാണേലും നല്ലോണം ഷൈൻ ചെയ്തു. അയ്യേ ആ, ഇത് തന്നെ എല്ലാരും പറഞ്ഞേ. അയ്യേ, അങ്ങനെയും പറഞ്ഞു. നിങ്ങൾ എന്താ എന്നെ എണീപ്പിക്കാഞ്ഞേ? ഞാൻ വല്ല പറയും കേട്ടോ. ഓവർ തിന്നണ്ടായിരുന്നു. തിന്നണ്ടായിരുന്നു എന്നല്ല, വലിയ കാര്യത്തില് ഞാൻ ക്ലാസ് എടുത്തോളാം എന്ന് പറയണ്ടായിരുന്നു എന്ന് പറ. സത്യം, എന്തായിരുന്നു ഷോ? ഒരാവശ്യമില്ലായിരുന്നു. അവളെന്നെ ആക്കിയതാണോ? ആണെങ്കി നന്നായേ ഉള്ളൂ. ഹലോ, വരുന്നില്ലേ? വേഗം കൊണ്ടുപോക്കോ. മാഡത്തിന് നല്ല ക്ഷീണം കാണും. എന്തു പറ്റി? ഒന്ന് മെയിൻ ആവാൻ നോക്കിയതാ, അതുപോലെ പാളി. അയ്യേ, ഞാനെന്തോ പുതിയ കാര്യമാണെന്ന് വിചാരിച്ചു. ഏട്ടാ, എന്നാ ഞങ്ങൾ പോട്ടടാ. ശരി, നാളെ കാണാം. നാളെ വരണോന്നാ? വന്നില്ലെങ്കിൽ നീ ശരിക്കും അവളുടെ മുമ്പിൽ നാണം കിടും. എവളുടെ മുമ്പില്? അതൊരു ജാടത്തെങ്കി. ഏട്ടാ വണ്ടി എടുക്ക. ബൈ ഗൈസ്. ബൈ. രാവിലെ അംഗത്തിനൊരുങ്ങി ഉണ്ണിയാർച്ചയായിരുന്നു. ഉച്ച ആയപ്പോഴേക്കും വാള് ഒരു ഉറയിലിട്ടു. ഉറയിലിട്ടു എന്നല്ല, ഉറങ്ങിപ്പോയിന്ന് വേണം. അത് ശരിയാ. എന്താണ് മുഖത്തൊരു കുണ്ഠിതം? ഒന്ന് ഷൈൻ ചെയ്യാൻ നോക്കിയതാ. എന്നിട്ട് മിന്നി തിളങ്ങിയില്ലേ? ഇല്ല, അതിനു മുമ്പ് സ്വിച്ച് ഓഫ് ആയി. അത് നിനക്കൊരു പുത്തിരിയല്ലല്ലോ. ഞാൻ പോയി ചായ എടുക്കാം. നാളെ അവളുടെ കൂടെ എങ്ങനെ ഇരിക്കും? എന്താ, ചായ വല്ലതും വേണോ? ഏയ്, ഞാൻ ചുമ്മാ. ഞാൻ അവളോട് സോറി പറയണോ? വേണോ? എന്ത്? അല്ലെങ്കിൽ വേണ്ട, താഴത്തില്ലടാ. പീഡിപ്പിച്ച് കളഞ്ഞു പിശാശ്. അവൾക്കെന്താ പറ്റിയേ? ആർക്കറിയാം. രാവിലെ കോണസാണ്. അപ്പൊ അവിടെ റൂമിലുണ്ട്, ഞാൻ പോട്ടെ. ആ ഏട്ടൻ എന്ത് ചെയ്യാ? ഒരു ന്യൂ പ്രൊജക്ട്. ഇത് ഞാൻ കലക്കും. നമ്മുടെ രണ്ടാളുടെയും ജാതകം ഉണ്ടോ? എന്തിനാ? ഒന്ന് നോക്കണം. നമ്മളെ രണ്ടും എത്ര ശ്രമിച്ചിട്ടൊന്നും വിജയിക്കുന്നില്ല. എല്ലാം പരാജയം. അത് നിന്റെ കാര്യം. ഏട്ടൻ ലോക പരാജയം. പെങ്ങളെ, സത്യം. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? ഉള്ളത് പറയാലോ, ഞാനിപ്പോ ഒരു ലോക പരാജയമായി മാറിക്കൊണ്ടിരിക്കാന്ന് എനിക്ക് തന്നെ തോന്നുന്നു. യു ആർ ടു ലേറ്റ്. ഏട്ടാ, എന്റെ അച്ചു, നീ പൊളിയാണ്. വേറെ ലെവലാണ്. മണം മാസാണ് നീ. യെസ്. പൊക്കോ. നാളെ ഞാൻ പൊളിക്കും. ഇവൾക്ക് മെച്ചൂരിറ്റിയായി കെട്ടിച്ചു വിട്ടിട്ട് ഞാൻ ഏത് കാലത്ത് കെട്ടാനാ? ഏട്ടാ, നാളെ ഒരു പുതിയ ഞാനായിരിക്കും.
നാളെ ഞാൻ മിന്നിത്തിളങ്ങി ആ ജാളത്തണ്ടിയുടെ കടലിൽ കുത്തി കേറുവേട്ടാ. നാളെ രാവിലെ ഞാൻ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചിറകടിച്ച് പറന്നു വരും. പിന്നല്ല. ഉപ്പുമാവും പറ്റില്ല, പുട്ടും പറ്റില്ല, ദോശയും പറ്റില്ല, ഒന്നും പറ്റില്ല. ഏത് സമയം പുറത്തുനിന്ന് കഴിക്കും. ആ പടി ഞാൻ അസുഖവും വരും. അച്ഛൻ എണീറ്റില്ലേ? ഇന്ന് ചെറുകടിച്ച് ഉയരുന്നതാണല്ലോ പറഞ്ഞേ. ചിറക് നനഞ്ഞാ പറക്കാൻ പറ്റില്ലല്ലോ. ഇന്നും അന്നും ഇന്നും എപ്പോഴും. നമുക്ക് അവളെ ഒരു ഡോക്ടറെ കാണിച്ചാലോ? ഇതൊന്നും അല്ല. അവൾ എന്നോട് കാര്യം പറഞ്ഞു. എന്താ? വെളുപ്പിന് മൂത്രം ഒഴിക്കാൻ മുട്ടും. പേടിച്ചിട്ട് അവിടെ തന്നെ കിടക്കും. അരിച്ചേച്ചി എന്നാ ഇന്ന് തൊട്ട് അവളുടെ കൂടെ കിടക്കോ? നമുക്ക് ഡയപ്പർ മേടിച്ചു കൊടുക്കാം. ശേ, ഇത്ര വലിയ പെങ്കൊച്ചിന് അത് മോശം. പിന്നെ പ്രായമായവരൊക്കെ ഇടുന്നുണ്ടല്ലോ. നിങ്ങളുടെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇത് തൊട്ട് അച്ഛന്റെ കൂടെ കിടന്നോളാം. ആ, അത് മതി. ഏട്ടാ, ഞാൻ റെഡി. ഞാൻ പോയി ചെയറിലിരിക്കട്ടെ. നാടകം തുടങ്ങാൻ ടൈമായി. ഇങ്ങേര് നന്നാവില്ല. അച്ഛാ, എന്താ മോളെ? ഒരു 100 രൂപ. നൂറ് മതിയോ? ആ, മതി. അപ്പൊ ഇന്ന് മന്തി വേണ്ടേ? ഞാൻ മന്തി കഴിക്കുന്നത് നിർത്തി. How dare you! നീ ആരോട് ചോദിച്ചിട്ട് ഇത്ര കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തേ? അതിനു മാത്രം വളർന്നു വച്ചു നീ? നിന്റെ കാര്യം പോട്ടെ, നീ എന്നെ കുറിച്ചോർത്തോ? ഇവിടെ കുറിച്ചോർത്തോ? ഞാൻ കഴിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞേ. നിങ്ങൾ കഴിച്ചോ? വെറുതെ കയറി ചെന്നാ മതിയോ? പൈസ വേണ്ടേ? ഞാൻ എന്താണ് ATM? അല്ലാതെ ഞങ്ങളെ വീട്ടിൽ നിന്ന് തരണ്ടേ? വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. നീ ഇതിനവളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞേ? പിന്നെ രാവിലെ ഗുഡ് നൈറ്റ് പറയണോ? നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. ഇനി മന്തി എങ്ങനെ കഴിക്കും? ഈശ്വര, വല്ല പണിക്കും പോടാ. യു ടു ബ്രൂട്ടസി. ഞാൻ അവളുടെ കൂടെ ഇരിക്കില്ല. നീ വെറുതെ ഓവർ തിങ്ക് ചെയ്യാ. കണ്ടില്ലേ നേരത്തെ എന്നോട് ചിരിച്ചിട്ട് പോയേ? അത് നിന്നോടല്ലേ? അതാ ഞാൻ പറഞ്ഞു വന്നേ. നിന്റെ ഫ്രണ്ടായ എന്നോട് കുഴപ്പമില്ലെങ്കിൽ നിന്നോട് അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് പോയിന്റ്. ആ, അവളതൊക്കെ ഇന്നലെ തന്നെ വിട്ടു കാണും. അതെ, നീ അതുകൊണ്ട് നോർമലായി സംസാരിക്കും. നിന്റെ ഐഡിയ ആയതുകൊണ്ട് മാത്രം ചോദിക്കുക. എന്നതാ? മൂഞ്ചോ? അച്ചു, അല്ല, നിന്നെ നമ്പിനാൽ ഊമ്പി എന്നാണല്ലോ. അങ്ങനൊന്നുമില്ല. പിന്നെ യുദ്ധത്തിന് പോവല്ലേ? ശരി, നിനക്ക് മിണ്ടാൻ ചമ്മലാണെങ്കിൽ ചുമ്മാ ചിരിച്ചാ മതി. അതൊക്കെ. എന്നാ വാ കേറാം. ചിരിച്ചോ. ഇന്നെപ്പോഴാ മന്തി കഴിക്കാൻ പോണേ? ഉണ്ടെങ്കിൽ ഞാനും വരാം. പൈസ ഞാൻ കൊടുത്തോളാം. മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഞാൻ അവളുടെ അടുത്തിരിക്കൂല. ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ? അവൾക്ക് പറ്റില്ലെങ്കിൽ ഞാനിരിക്കാം. സോറി, ഞാൻ നോമ്പില. ഞാൻ ഇരിക്കാം. ആരിരുന്നാലും ഞാൻ ഇരിക്കൂല. അവൾ ഇരുന്നോളാ പറഞ്ഞില്ലേ? നീ കേറിയിരിക്കും, ഞാൻ അറ്റത്തിരിക്കാം. ഹായ്. എടി, ഞാൻ അറിയാതെ എന്താ അവിടെ ഒരു ടോക്ക്? ഒരു ഹായ് പറഞ്ഞതാ എന്റെ മന്നോ. ഒരു നോട്ടീസ് ഉണ്ടേ. ഈ വർഷത്തെ കലാകായിക മേളയ്ക്ക് മുമ്പായി മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ നടപ്പിലാക്കുന്നു. നൃത്ത ഇനങ്ങൾ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റ് സ്റ്റേജ് ഇനങ്ങളും കായിക ഇനങ്ങളും ഈ മാസം 28-ന് ട്രയൽ നടത്തി മേളയിലേക്കുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതാണ്. മേളയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ക്ലാസ് ടീച്ചർക്ക് പേര് നൽകും. ഓക്കെ? ഞാൻ സ്പോർട്സിനാ. ഞാൻ ഗ്രൂപ്പ് ഡാൻസിനാ. ഞങ്ങളുടെ ഹൗസ് ഓൾറെഡി സെലക്ഷൻ നടത്തി. നിങ്ങൾ ഒരു ഹൗസ് അല്ലേ? എന്നെ സെലക്ട് ചെയ്തില്ല. ഹലോ, കിഴിക്കണ്ട. ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവളാ. അതെ, ഇവൾ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം. സിംഗിൾ ഡാൻസ്. യാ. ജനനി എന്തിനാ പങ്കെടുക്കുന്നേ? ഞാനൊന്നിനുമില്ല. അതെന്താ? എന്നെ പോലെ കഴിവില്ലാത്തോണ്ട്. എന്റെ കഴിവ് തൽക്കാലം ഇവിടെ കാണിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് മ്ലേച്ഛമായ കഴിവാണോ നിനക്കുള്ളത്? നിനക്ക് എന്തിന്റെ കേടാ കുഞ്ഞെ? എന്റെ കഴിവ് എന്താന്ന് ഞാൻ നിനക്ക് പിന്നെ കാണിച്ചു തരാം.
ഡീ അവളത് സീരിയസ് ആയിട്ട് പറഞ്ഞതാട്ടോ. അവള് കൂടി പോയ വല്ല ഭരതനാട്യമോ കുച്ചിപ്പുടിയോ കളിക്കുമായിരിക്കും. അതൊക്കെ എന്റെ നാടോടി നൃത്തത്തിന് അത്ര വരുമോ? അതൊക്കെ എന്റെ അലറി വിളിച്ചു ഞാൻ ഉച്ചത്തിൽ തമ്പ്രാക്കന്മാർ അലറുന്നു, അത്രയും വരുമോ? ആർച്ചയുടെ യുദ്ധം കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. വല്ലതും നടന്നു കണ്ടാ മതി. നടക്കും, ഞാൻ നടത്തിയിരിക്കും, നീ കുത്തിയിരിക്കും. ഏത് എന്റെ ഉള്ളാകെ ഉലച്ചു നീ, എന്റെ മെയ്യാകെ തരിച്ചുപോയി, നിന്റെ കണ്ണിൽ ഞാൻ വീണുപോയി പ്രിയേ. എന്താ ഞാനൊരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചു. സോറി. നിന്റെ കയ്യാകെ വിറച്ചുപോയി, നിന്റെ കാർക്കൂന്തലയഞ്ഞു പോയി അഴകേ. ഏട്ടൻ നേരത്തെ എത്തിയോ? വാ പോവാ. ബൈ ഗൈസ്. ബൈ. വാ നമുക്ക് സ്റ്റാൻഡിൽ പോയിരിക്കാം. എന്താ കിച്ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, വാ പോവാ. കാർ ഓടിക്കുന്ന പെൺകുട്ടി അവിടുത്തെ ടീച്ചർ വല്ലാണോ? ടീച്ചർ ആവാനുള്ള പ്രായമൊന്നുമില്ല. അതേ നമ്മള് പഠിക്കുമ്പോള്ള ബിന്ദു ടീച്ചറും സറ ടീച്ചറും ഒന്നും അല്ല ഇപ്പോ. എന്നാലും ടീച്ചറാവോ? ആവാനാ ചാൻസ്. അല്ലാണ്ട് കാർ കൊണ്ട് സ്റ്റുഡൻസ് വരുമോ? അതും ഗേൾസ്. എന്ത് മ്ലേച്ച വർത്താനം നീ ഇപ്പൊ പറഞ്ഞത്. എന്ത് പെൺകുട്ടികൾ ഓടിച്ച കാറെന്ത് ഓടൂലേ? കാലം ഒരുപാട് മാറിപ്പോയി മിസ്റ്റർ രൂപേഷ് പിപി. അവരും ഒട്ടും പിന്നിലല്ല. നീ ഈ പറഞ്ഞത് ഫെമിനിസ്റ്റുകളോ എല്ലാം കേട്ടാണ്ടല്ലോ. ഓഹോ, നീ ഇപ്പത്തെ പെൺപിള്ളേരെ ഒന്നും കണ്ടിട്ടില്ലേ? ഞാൻ നിന്റെ പെങ്ങളെയല്ലേ കണ്ടിട്ടുള്ളൂ. പ്രഭാകര, അത് വിട്. നിനക്ക് അവളോട് ലവ് ആണോ? ഒരു ഇത് അതിന്റെ പേരാണ് ലവ്. അങ്ങനാണെങ്കിൽ അത് മോനെ. നീ ഈ സൈസ് എടുക്കാത്തതാണല്ലോ. ഇതങ്ങനെ കണ്ട് വിട്ടുകളയാൻ തോന്നുന്നില്ല. അതിന് മാത്രമൊക്കെ ഉണ്ടോ? അതിന് മാത്രം എന്ന് വെച്ചാ അവൾക്ക് അവളുടേതായ എന്തോ ഒരു ഭംഗിയുണ്ട്. എനിക്കങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നി. അമ്പോ സത്യം, അവൾ ആരായിരിക്കോടാ? ഞാൻ സ്കെച്ച് ഇടണോ? വേണ്ട, ഞാൻ അച്ഛ വഴി കണ്ടുപിടിച്ചോളാം. അതൊരു നല്ല ഓപ്ഷനാ. ഒന്നുകിലൊരു യങ് ടീച്ചർ, അല്ലെങ്കിൽ കാർ ഓടിക്കാൻ അറിയാവുന്ന ഒരു സ്റ്റുഡന്റ്. നീ അവളുടെ കഴുത്ത് നോക്കിയോ? ഞാൻ അത്ര ചീപ്പല്ല. അതല്ല, ഇപ്പത്തെ പെൺപിള്ളേർക്ക് സിന്ദൂരത്തിലൊന്നും അത്ര വിശ്വാസമല്ല. അപ്പൊ താലിമാല ഉണ്ടെങ്കിൽ കെട്ടിയതാണെന്ന് അറിയായിരുന്നു. സിന്ദൂരം ഇല്ലായിരുന്നു, താലി. ഞാൻ അവളുടെ ചുണ്ട് വരെ നോക്കിയുള്ളൂ. അപ്പൊ ചുണ്ടുകര നീ നോക്കി. ദേ അവനൊക്കെ അക്കച്ചിടാ കാച്ചി. എണീറ്റ് പോടാ, മഞ്ഞു കൊള്ളാതെ. ഞാനും പോവാ, നീ പൊക്കോ. എനിക്കിന്ന് ഉറക്കമില്ല. നീ ഇവിടെ കിടന്ന് മഞ്ഞു കൊണ്ട് പനി പിടിപ്പിച്ചോ. അവള് നല്ല സുഖമായിട്ട് പതപ്പ് മൂടി പൊതിച്ച് ഉറങ്ങുമായിരിക്കും. അവൾ ഉറങ്ങിക്കോട്ടടാ. നിന്റെ കാർക്കൂന്തലയഞ്ഞു പോയി അഴകേ. അച്ഛമ്മ, ഷർട്ടാണോ പാന്റാണോ തേക്കണ്ടേ? അതോ ഷർട്ടി അടങ്ങിയില്ലേ? അതൊന്നുമല്ല. എന്റെ 5ന്റെ പൈസ അല്ല. പൈസ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് തരാം. അപ്പൊ കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ. ചെറുത്. എന്താ? നിങ്ങളുടെ കോളേജില് ടീച്ചറാണെന്ന് തോന്നിക്കാത്ത ഏതെങ്കിലും ടീച്ചർമാരുണ്ടോ? സാറുമാര്. അതല്ല,
പ്രായം കുറഞ്ഞ ടീച്ചർമാർ. എന്താ ഏട്ടന്റെ ഉദ്ദേശം? വേറൊരു കാര്യത്തിനാ. അങ്ങനെയുള്ള കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ ചിലര് കെട്ടി ചിലര് കെട്ടാൻ പോകും. എന്താ ഏട്ടാ? ഒന്നുമില്ല, നീ റെഡി ആയിട്ട് വാ. എന്തോ ഉണ്ട്, അല്ലാതെ സോപ്പിടാൻ വരൂല. എന്റെ പൊന്നാനി ചേച്ചി, ഉള്ളിയും കടക്കും കറിവേപ്പിലയും താളിച്ചിട്ടിട്ട് എങ്ങനെയാ അതിനെ നൂഡിൽസ് എന്ന് വിളിക്കാൻ തോന്നുന്നേ? ഓ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നൊന്നും നിനക്ക് പിടിക്കൂലല്ലോ. അച്ഛാ, ദേ ഈ തള്ള തുടങ്ങി. തള്ളയോ? ഞാൻ ഇറങ്ങോ? നിക്ക് ഒരു 100. ഇന്ന് ലേറ്റ് ആണല്ലോ. ചേച്ചിയേ, ചേച്ചിയേ, ഞാനിങ്ങെത്തി. ഹായ് കിച്ചു. അവൾ ഡേര വന്നു. ഇരിക്ക്, ഞാൻ എടുത്തിട്ട് വരാം. അനുചേച്ചി നല്ല മൂഡിലാണല്ലോ. അതെ അതെ, അല്ലേ അച്ഛാ? നല്ലാണ്ട്. എനിക്കറിയായിരുന്നു നീ വരുന്നത്. ഞാൻ വേറെ എവിടെ പോകാനാ? ഇന്ന് നൂഡിൽസാ. ഒഴിക്കലേ. എന്താ അനുചേച്ചി? കിച്ചു, നീയും? വേറെ എന്തും ഞാൻ കഴിച്ചോളാം, പക്ഷെ ഉപ്പുമാവാണോ മോര് താളിച്ചതാണോ എന്ന് മനസ്സിലാവാത്ത ഈ നൂഡിൽസ്. ഓ, ഇനി വീട്ടിൽ നിന്ന് പച്ച വെള്ളം ഞാൻ നോക്കുന്നില്ല. അതാ. ഞാൻ എന്നാ പോട്ടെ. മണിയേട്ടാ, നിന്റെ വീട്ടിൽ ഒന്നും ഉണ്ടാക്കുന്നില്ലടാ? ഉണ്ട്, എന്നാലും ഓസിന് കിട്ടുമ്പോ അറിയാതെ വാ തുറന്നു പോവും. ഒരു പ്രത്യേകതരം ജീവിതാണല്ലേ. എടാ, ഞാൻ അച്ഛനെ കൊണ്ടാക്കിയിട്ട് സ്റ്റുഡിയോയിലോട്ട് വരാം, നീ അങ്ങ് എത്തിയേക്ക്. ഞാനും വരാം, നീ ഓട്ടോയ്ക്ക് വാ, കാറ് മനുവേട്ടൻ എടുക്കാം. എന്നാ ഓക്കെ. അനു, ഞാൻ ഇറങ്ങുക. അതിന് ഞാൻ എന്ത് വേണം? കിട്ടിയല്ലോ, പൊക്കോ. എന്നാ ഞാനങ്ങോട്ട്. നീ എന്താടാ അണ്ടി പോയ അണ്ണാനെ പോലെ? അവളുടെ കോളേജിലെ ടീച്ചേഴ്സ് ഒക്കെ കമ്മിറ്റഡ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇനി സ്റ്റുഡന്റ് ആയിരിക്കോ? ചാൻസ് കുറവാ, നീ ചോദിച്ചു നോക്ക്. ആ, നീ അങ്ങോട്ട് എത്തിക്ക്. ആ, നീ വിട്ടോ. നീ ഫ്രീ ആണോ? ആ, എന്താ? ഈ ബീൻസ് ഒന്നും അറിയടാ. അല്ല, ഫ്രീ അല്ല, സ്റ്റുഡിയോ പോണം. ബൈ ബൈ. എടി, ആ കാറാരുടെയാ? ഓ, അതൊരു ജാടത്തണ്ണിയുടെയാ. ഇന്ന് നേരത്തെ എത്തിയോ ശാലം? ജാടത്തിന്റെയോ? നല്ല കുട്ടിയല്ലേ, പ്ലീസ്. ഞാൻ അത്ര നല്ല കുട്ടിയല്ല. എന്തുവാടി, എഴുന്നിട്ടല്ലേ? അയ്യോ, ഇത് ജെന്നി വിചാരിക്കുന്നല്ല, റീചാർജ് ചെയ്യാനാ ഇവൻ ഈ കിടന്ന് കഞ്ചുന്നത്. അത് ശരി, പ്ലീസ് എടി. ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്തു തരാം. പാവടി, ഇവൻ അത്ര പാവൊന്നുമല്ല. ഇവള് വെറുതെ പറയുന്നാട്ടോ. പണിവാളി. എന്താ? ഹായ് ആച്ചാർ. ആർച്ച. ഇന്ന് എന്തുകൊണ്ട് ഞാൻ വരാതെ ക്ലാസ്സിൽ കയറി? ഞങ്ങള് നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ റീന മാം ക്ലാസ്സിൽ കയറാൻ പറഞ്ഞു. കള്ളം, പച്ചക്കള്ളം. സത്യം. ഞങ്ങൾ എന്തിനാ കള്ളം പറയുന്നേ? കാരണം നിങ്ങൾ ഇവള് പറഞ്ഞിട്ട് എന്നെ കൂട്ടാതെ ക്ലാസ്സിൽ കയറി. അല്ല. ആണ് ആണ് ആണ്. എക്സ്ക്യൂസ് മീ. യു ഷട്ട് അപ്പ് മോലിമ്പല്ലി. അച്ചു, കൺട്രോൾ. നീ മിണ്ടടാ. മന്തി മേടിച്ച് തരാൻ പുതിയ ആളായപ്പോ നിനക്ക് എന്നെ വേണ്ടല്ലേ? മന്തിയോ? മന്തി പോയിട്ട് ഒരു കുന്തിരിക്കം പോലെ ഇവിടെ എനിക്ക് മേടിച്ചു തന്നിട്ടില്ല. നിനക്ക് എന്താ എന്നോട് ഇത്ര പ്രശ്നം? നീ എന്നോട് മിണ്ടേ വേണ്ട. അച്ചു, നീ ഇവിടെ ഇരിക്കേ. എന്നാലും സാറമ്മേ, നീയും ഒന്ന് പോ പെണ്ണെ, ഇവിടെ വന്നിരിക്കേ. അയ്യോ, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ശല്യാവുന്നില്ലേ? അച്ചു, നീ പോട പട്ടി. അച്ചു ഇവിടെ ഇരിക്കേ, സാറിപ്പോ വരും. എനിക്ക് സൗകര്യമില്ല. അച്ചു പ്ലീസ്. സൗകര്യമില്ലാത്തവരെ പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നേ? അയ്യടി, അത് പറയാൻ നീ ആരാ? ഇത് എന്റെ ഗാങ്ങാ. അസാറോ ബെസ്റ്റ് പേര്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്തിരിക്കും. നീ ഇരിക്കടാ. നീ ഇന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണോ എണീറ്റെ? അല്ല, ഞാൻ കൊതം കുത്തി എണീറ്റെ. ഐഷ്, നിനക്ക് എന്താ? എനിക്ക് ഭ്രാന്ത്. അതല്ല, പുതുതായി ഇന്ന് എന്താന്ന്? ഇടി ജനനി ആക്ച്വലി ഒരു പാവാടി. എനിക്ക് അത്ര പാവമായി തോന്നിയിട്ടില്ല. സത്യം. നീ ചുമ്മാ കൊതി കുത്തി. അവൾക്കാണെങ്കിൽ വേറെ ഫ്രണ്ട്സും ഇല്ല. അതിനിപ്പോ നിങ്ങളൊക്കെ ഉണ്ടല്ലോ.
ശേ അങ്ങനെ പറയരുത്. അച്ചു, നീ ഒരു കൂറയാവല്ലേ. അവളെ നമുക്ക് ചുമ്മാ കൂടെ കൂട്ടാം. ബസ്സിൽ തിരക്കുള്ളപ്പോ അവളുടെ കാറിൽ ഡ്രോപ്പ് ചെയ്യാൻ പറയാലോ. അത് ആ അതന്നെ, ചുമ്മാ കൂട്ടി നോക്കാം, അലമ്പാടെ ഒഴിവാക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? ആർട്സിന് അവള് ജയിച്ചാ അവളെ നമ്മുടെ കൂടെ കൂട്ടാം. അത് അടുത്ത മാസല്ലേ. പറ്റുമെങ്കിൽ മതി. ഞാൻ ഡാൻസ് ഒന്നും കളിക്കില്ല. ഓക്കെ അവൾ ഓക്കെ. അതിന് ഞാൻ ഓക്കെ, സെറ്റ്. നീ ഈ ഗ്രൂപ്പിൽ ചേരാന്ന് വിചാരിക്കേ വേണ്ട. നീ ഏത് ഐറ്റത്തിന് വേണേലും പങ്കെടുത്തോ. പക്ഷെ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നീ ഔട്ട്. ആയിക്കോട്ടെ. ഇത് വൈറലാവും, എനിക്ക് ഉറപ്പാ. നിന്റെ കാര്യത്തിൽ എയറിലാവും എന്ന് പറയുന്നതാ കറക്റ്റ്. പോടാ വേറങ്ങാം. ബൈ ഗായ്സ്, അടുത്ത പാട്ട് കൊളാക്കാൻ വരാം. ആരാ? അർപ്പിത എവിടെ? അപ്പുവേട്ടനെ അന്വേഷിച്ചു വന്നതാണോ? മൂപ്പരിപ്പോ വീട്ടിലോട്ട് പോയതേ ഉള്ളൂ. അനുചേച്ചി എന്താ ഗർഭിണിയാവാത്തെ? അച്ചു, സിനിമയിലൊക്കെ കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ടാവുമല്ലോ. ഞാൻ കുറച്ചു വർഷത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. എവിടെ? ഇവിടെ അല്ല, അവർക്കിപ്പോ കുട്ടികള് വേണ്ടാന്ന്. അതെന്താ? ഒന്നുമില്ല, കല്യാണം കഴിച്ചിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. അതിനിപ്പോ എന്താ? ഞാനേ കുളിക്കാൻ പോട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ. ഞാനും വരാം. അപ്പൊ ഫാൻസി ഡ്രസ് ആണോ നിന്റെ ഐറ്റം? ഇതുകൊണ്ടൊന്നും എന്നെ തോപ്പിക്കാൻ പറ്റില്ല മോളെ. വാട്ട്? ഹോ, അപ്പൊ മിമിക്രി ഉണ്ടോ? വാട്ട്? നന്നായിട്ടുണ്ട്. പക്ഷെ നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളോടുള്ള ടഫ് കോമ്പറ്റീഷന് വേണ്ടി ഞാൻ എന്റെ സോങ് തന്നെ മാറ്റി. താട്ടിയം കാട്ടിലെ തക്കാളിക്കാട്ടിലെ തത്തമ്മ പണ്ടൊരു കൂട് വെച്ചു. ആർച്ചയോടാ നിന്റെ കളി. നീ ഏതാ? ഞാനോ? ഞാൻ നിന്റെ തന്തയടി തന്ത. നീ എന്റെ പിള്ളേരെ മന്തി കൊടുത്ത് മയക്കുമല്ലേ? കൈ എടുക്കടി. ഓഹോ, മുടി വരെ വെട്ടിയല്ലേ നിന്റെ ഒരു ഡെഡിക്കേഷൻ. നാളെ ഇതെങ്ങാനും അവരോട് പറഞ്ഞ കൊന്നുകളി. അയ്യേ പേടിത്തൊണ്ടി. ഉണ്ണിയർച്ചോട് അവളുടെ കളി.